പൊന്നൂസ് കുറ്റു. അപ്പം ഞാനിന്ന് എൻ്റെ വല്യമ്മൻ്റെ വീട്ടിലാണുള്ളത്. അതാണ് എൻ്റെ വല്യമ്മൻ്റെ വീട്. അപ്പം നമ്മളിന്ന് ഇവിടുത്തെ വീടും പരിസരമൊക്കെ ഒന്ന് കാണാൻ വന്നതാണ് കേട്ടോ. ഒരു കൃഷിത്തോട്ടം ഉണ്ട്. ഇവിടെ കുറേ കൃഷിയുടെ സംഭവങ്ങൾ കുറേ ഇതുണ്ട് കേട്ടോ. എന്താണ് നമ്മുടെ പച്ചക്കറികൾ നല്ല ഭംഗിയാണ്. ഇതാണ് ഞാൻ അങ്ങോട്ട് ഒന്നും അടുത്തേക്ക് പോകുന്നില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് പോകുന്നത് നമുക്കൊന്നും പോകുന്നില്ല. നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകണം. ഇവിടുത്തെ വീടുകൾ ഫോറസ്റ്റ് രീതിയിലാണ് കേട്ടോ. ഇവിടെ ഓൾറെഡി ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇത് മത്തനാണ് കേട്ടോ. നമ്മളെ തണിമത്തനല്ല കേട്ടോ, നമ്മളെ മത്തണ്ടല്ലോ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ചെടി കാണിച്ചു തരാം. നിങ്ങൾക്കിത് അറിയുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ആ ചെടി. ഇത് ഫോറസ്റ്റ് ഏരിയകളിലല്ലേ വളരുക. ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മലപ്പുറത്ത് പാലക്കാടൊക്കെ പറയും ഇതിന് പൂച്ചപ്പിടുങ്ങെന്നാണ്. ഇതിൻ്റെ അമ്മൻ്റെ വീടിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ നിറയെ. അതൊരു ഫോറസ്റ്റ് ഏരിയ അല്ല, പക്ഷേ അത് നല്ല രസമാണ്. പാലക്കാട് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഓക്കെ, ഇതണ്ട ഇതൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, കണ്ടില്ല. പിന്നെ ഇതൊരു വെള്ളക്കെട്ടിൻ്റെ നദിയാണ്. അപ്പോൾ അവിടെ കൂടെ പോകാൻ കാരണം ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഇത് ഒന്നാമത് പാറ ഏരിയയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ അത് അച്ഛനാണ്. എൻ്റെ വീഡിയോ എടുക്കുന്നത് ക്യാമറാമാൻ എൻ്റെ അമ്മയാണ്. പിന്നെ ഇതൊരു പ്ലേ ഗ്രൗണ്ടാണ് ഇവരുടെ. ഇതൊരു പ്ലേ ഗ്രൗണ്ടാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയാണ്. ഇതൊരു വീടിൻ്റെ ടൈപ്പാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്കും കൂടി പോകാൻ കേട്ടോ. അവിടെ കൂടി പോകാം. ഇതൊരു വണ്ടി ഇത്ര മതി, വരെ പോയാൽ മതി. നടക്ക്. ഇവിടെ ഇങ്ങനെ വള്ളികളൊക്കെ ഉണ്ട്. ഇതിൽ ഞാൻ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയാനുള്ള കാരണം ഇതാണ് കേട്ടോ. ഇതാണ് എൻ്റെ